മഞ്ഞുകാലം അതിന്റെ പൂർണ്ണതയിൽ നിൽക്കുന്ന സമയം. വടക്കേ ഇന്ത്യയിലെ ആ വലിയ നഗരത്തിൽ അസ്ഥി തുളയ്ക്കുന്ന തണുത്ത കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു. തെരുവ് വിളക്കുകളുടെ മഞ്ഞ വെളിച്ചം കോടമഞ്ഞിലൂടെ കടന്നുവന്ന് നിരത്തുകളിൽ നിഴൽ രൂപങ്ങൾ തീർത്തു. ആളുകൾ കട്ടിയുള്ള കമ്പിളിക്കുപ്പായങ്ങളും മഫ്ലറുകളും ധരിച്ച് തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വേഗത്തിൽ നടന്നു നീങ്ങുകയാണ്. വഴിയോരങ്ങളിലെ ചായക്കടകളിൽ നിന്നും ഉയരുന്ന ആവിയും പലഹാരങ്ങളുടെ ഗന്ധവും ആ തണുത്ത സായാഹ്നത്തിന് ഒരു പ്രത്യേക ജീവൻ നൽകിയിരുന്നു. എന്നാൽ നഗരമധ്യത്തിലെ ആ ആഡംബര റെസ്റ്റോറന്റിന് മുന്നിലുള്ള വിശാലമായ മുറ്റത്ത് ഇതെല്ലാം മറന്ന് ഒരാൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു. രജത്. വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനായ രജത് തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. തന്റെ പ്രാണനതുല്യം സ്നേഹിക്കുന്ന കവിതയോട് തന്റെ പ്രണയം തുറന്നു പറയാൻ അവൻ തിരഞ്ഞെടുത്ത ദിവസമായിരുന്നു അത്. പോക്കറ്റിൽ ഭദ്രമായി വെച്ചിരിക്കുന്ന ആ വെൽവെറ്റ് പെട്ടിയിൽ അവന്റെ സ്വപ്നങ്ങളാണ് ഇരിക്കുന്നത്. അതിനുള്ളിലെ തിളങ്ങുന്ന വജ്രമോതിരം അവരുടെ പ്രണയത്തിന്റെ പ്രതീകമായി അവൻ കരുതി. അവൾ വരുന്നത് കാണാൻ അവന്റെ കണ്ണുകൾ വഴിയരികിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളുമൊത്തുള്ള ഭാവിയെക്കുറിച്ചുള്ള വർണ്ണാഭമായ സ്വപ്നങ്ങളായിരുന്നു അപ്പോൾ അവന്റെ മനസ്സു നിറയെ. അധികം വൈകാതെ ഒരു കാർ അവിടെ വന്നു നിന്നു. അതിൽ നിന്നും അതിസുന്ദരിയായ കവിത പുറത്തിറങ്ങി. അവളെ കണ്ടതും രജത്തിന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് ആത്മവിശ്വാസത്തോടെ നടന്നു വരുന്ന അവളെ കണ്ടപ്പോൾ അവന്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നു. ചുറ്റുമുള്ള ലോകം അവർക്ക് വേണ്ടി മാത്രം നിശ്ചലമായതുപോലെ അവന് തോന്നി. അവൾ അവന്റെ അടുത്തേക്ക് വന്നതും യാതൊരു മടിയും കൂടാതെ അവൻ അവളെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. ചുറ്റുമുള്ള ആളുകളെല്ലാം കൗതുകത്തോടെ ഈ കാഴ്ച നോക്കി നിൽക്കാൻ തുടങ്ങി. ചിലർ തങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ ഈ സുന്ദര നിമിഷം പകർത്താനും തയ്യാറായി. തന്റെ പോക്കറ്റിൽ നിന്നും ആ വെൽവെറ്റ് പെട്ടി പുറത്തെടുത്ത് അത് തുറന്ന് ആ വജ്രമോതിരം അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് വളരെ ആർദ്രമായി അവൻ പറഞ്ഞു, കവിത, ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ്. എന്റെ വിജയങ്ങളിലും പരാജയങ്ങളിലും സന്തോഷങ്ങളിലും സങ്കടത്തിലും നീ എന്റെ കൂടെ ഉണ്ടാകണം. എന്റെ ജീവിതത്തിന്റെ പാതിയായി, എന്റെ ഭാര്യയായി നീ എന്റെ കൂടെ വരുമോ? എന്നെ വിവാഹം കഴിക്കുമോ? വളരെ റൊമാൻറ്റിക്കായ ആ നിമിഷത്തിൽ അവൾ സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുമെന്നും സ്നേഹത്തോടെ അവനെ കെട്ടിപ്പിടിക്കുമെന്നും അവൻ പ്രതീക്ഷിച്ചു. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അവളുടെ മുഖത്തെ ഭാവം നിമിഷ നേരം കൊണ്ട് മാറിമറിഞ്ഞു. ആ കണ്ണുകളിൽ പ്രണയത്തിന് പകരം അവജ്ഞയായിരുന്നു. അവൾ അസ്വസ്ഥതയോടെ ചുറ്റും നോക്കി. രജത്, നീ എന്താണ് ഈ കാണിക്കുന്നത്? എഴുന്നേൽക്കൂ, ആളുകൾ ശ്രദ്ധിക്കുന്നു. അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. കവിത, എന്റെ ചോദ്യത്തിന് നീ മറുപടി പറഞ്ഞില്ല. രജത് ആശയക്കുഴപ്പത്തോടെ പറഞ്ഞു. മറുപടിയോ? എന്തു മറുപടി? നിനക്ക് എന്നെ വിവാഹം കഴിക്കാൻ എങ്ങനെ ധൈര്യം വന്നു? അവളുടെ ശബ്ദം ഉയർന്നു. സ്വന്തം ബിസിനസിന് വേണ്ടി മാത്രം ജീവിക്കുന്ന നീ, എനിക്ക് വേണ്ടി ഒരു മണിക്കൂർ പോലും മാറ്റിവെക്കാൻ കഴിയാത്ത നിന്നെ ഞാൻ എങ്ങനെ വിവാഹം കഴിക്കാനാണ്? നിന്റെ ലോകം നിന്റെ ഓഫീസ് മാത്രമാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന ഒരു ഭർത്താവിനെയാണ്, അല്ലാതെ എപ്പോഴും ജോലി ജോലി എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു യന്ത്രത്തെയല്ല. രജത് സ്തംഭിച്ചു പോയി. കവിത, ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ? എന്റെ കഠിനാധ്വാനം മുഴുവൻ നിനക്ക് വേണ്ടിയല്ലേ? അവൻ കേണപേക്ഷിച്ചു. പക്ഷെ അവൾ അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. എനിക്ക് നിന്റെ പണമോ ഈ ആഡംബരമോ അല്ല വേണ്ടത്. എനിക്ക് വേണ്ടത് നിന്റെ സമയമാണ്. അത് നിനക്ക് തരാൻ കഴിയില്ല. ഈ നാടകം ഇവിടെ അവസാനിപ്പിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് അവൾ ദേഷ്യത്തോടെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ മോതിരം തട്ടിത്തെറിപ്പിച്ചു. ആ വജ്രമോതിരം താഴെ കിടന്ന കല്ലുകളിൽ തട്ടി ദൂരേക്ക് തെറിച്ചുപോയി. ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ അവൾ അവിടെ നിന്നും വേഗത്തിൽ നടന്നു മറിഞ്ഞു. രജത് തകർന്ന ഹൃദയത്തോടെ അവിടെ തന്നെ തറച്ചു നിന്നു. അവന്റെ സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് ചിന്നിച്ചിതറിപ്പോയി. ചുറ്റുമുള്ളവർ അവനെ സഹതാപത്തോടെയും പരിഹാസത്തോടെയും നോക്കുന്നുണ്ടായിരുന്നു. തനിക്ക് ചുറ്റും ഇരുളടയുന്നത് പോലെ അവന് തോന്നി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ തലകുനിച്ച് നിരാശയോടെ അങ്ങനെ നിന്നുപോയി. എന്നാൽ ഈ കാഴ്ചകളെല്ലാം ദൂരെ ഒരു മരച്ചുവട്ടിൽ നിന്നും ഒരാൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവളുടെ പേര് സിമ്രാൻ. മുഷിഞ്ഞ വസ്ത്രങ്ങളും പാറിപ്പറന്ന മുടിയും വിറയ്ക്കുന്ന ശരീരവും അവളുടെ ദയനീയമായ അവസ്ഥയെ വിളിച്ചോതുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി ആ നഗരത്തിലെ തെരുവുകൾ മാത്രമാണ് അവൾക്ക് അഭയം. കടുത്ത തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ അവൾ ആ പഴയ ഷാൾ ഒന്നുകൂടി ഇറുകെ പുതച്ചു. വിശപ്പ് കാരണം അവളുടെ വയറെരിയുന്നുണ്ടായിരുന്നു. കവിത തട്ടിത്തെറിപ്പിച്ച ആ തിളങ്ങുന്ന വജ്രമോതിരം വന്ന് വീണത് അവൾ നിൽക്കുന്നതിന് തൊട്ടടുത്താണ്. അവൾ കുനിഞ്ഞ ആ മോതിരം കയ്യിലെടുത്തു. തെരുവ് വിളക്കിന്റെ വെളിച്ചത്തിൽ അത് വെട്ടിത്തിളങ്ങി. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആ മോതിരം, അത് വിറ്റാൽ അവൾക്ക് ഒരുപാട് കാലം വിശപ്പില്ലാതെ ഒരു നല്ല വാടക വീട്ടിൽ താമസിച്ച് ജീവിക്കാമായിരുന്നു. ഒരു നിമിഷം അവളുടെ മനസ്സ് അങ്ങനെ ചിന്തിച്ചുപോയി. എന്നാൽ പെട്ടെന്ന് അവളുടെ ചിന്തകൾ മാറി. തന്റെ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങൾ അവളെ പലതും പഠിപ്പിച്ചിരുന്നു. തകർന്നടിഞ്ഞു നിൽക്കുന്ന ആ യുവാവിനോട് അവൾക്ക് വല്ലാത്തൊരു സഹതാപം തോന്നി. അവന്റെ കണ്ണുകളിലെ വേദന അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. കാരണം നഷ്ടങ്ങളുടെ വേദന അവളോളം അറിഞ്ഞ മറ്റാരും ഉണ്ടായിരുന്നില്ല. പതുക്കെ ഒട്ടും മടിക്കാതെ അവൾ രജത്തിന്റെ അടുത്തേക്ക് നടന്നു. അവന്റെ മുൻപിൽ ചെന്ന് നിന്നിട്ട് തന്റെ വിറയ്ക്കുന്ന കൈകൾ നീട്ടി ആ മോതിരം അവന് നേരെ വെച്ചു നീട്ടി. സർ, നിങ്ങളുടെ മോതിരം. അവളുടെ ശബ്ദം വളരെ നേർത്തതായിരുന്നു. രജത് പെട്ടെന്ന് ഞെട്ടിത്തരിച്ചുപോയി. അവൻ തലയുയർത്തി അവളെ നോക്കി. ദാരിദ്ര്യം തളം കെട്ടി നിൽക്കുന്ന ഒരു മുഖം. അവൻ പെട്ടെന്ന് ഒരുതരം ദേഷ്യത്തിന് വഴിമാറി. എനിക്കിനി ഇതിന്റെ ആവശ്യമില്ല, അവൻ കൈപ്പോടെ പറഞ്ഞു.
നിനക്കിത് വെക്കാം, വിറ്റ് കാശാക്കിക്കോ. ഇതെനിക്ക് എന്റെ പരാജയത്തിന്റെ, എന്റെ അപമാനത്തിന്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അവൻ അവിടെ നിന്നും വേഗത്തിൽ നടന്നു പോകാൻ ഭാവിച്ചു. പെട്ടെന്ന് സിമ്രാന്റെ ശബ്ദം അല്പം ഉയർന്നു. നിൽക്കൂ. അവളുടെ വാക്കുകളിൽ അപ്രതീക്ഷിതമായ ഒരു കരുത്തുണ്ടായിരുന്നു. ആ ശബ്ദം രജത്തിനെ അവിടെ പിടിച്ചു നിർത്തി. അവൻ തിരിഞ്ഞു നോക്കി. ഇത്ര പെട്ടെന്ന് തോറ്റു പിന്മാറാൻ നിങ്ങൾക്ക് നാണമില്ലേ? വെറും ഒരു പെണ്ണ് വേണ്ടെന്ന് വെച്ചപ്പോഴേക്കും ജീവിതം അവസാനിച്ചെന്ന് കരുതുന്ന നിങ്ങളുടെ സ്നേഹം ഇത്ര ദുർബലമായിരുന്നോ? അവൾ ചോദിച്ചു. രജത് ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് വന്നു. നിനക്ക് എന്തറിയാം എന്റെ വേദനയെക്കുറിച്ച്? ഈ കാണുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിതനാകുന്നതിന്റെ ബുദ്ധിമുട്ട് നീ അറിഞ്ഞിട്ടുണ്ടോ? നീ വെറുമൊരു യാചകയാണ്. എന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? സിമ്രാന്റെ മുഖത്ത് വേദന കലർന്ന ഒരു പുച്ഛ ചിരി വിടർന്നു. വേദനയോ അപമാനമോ? സർ, നിങ്ങൾ ഈ സംസാരിക്കുന്നത് എന്നോടാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഈ കടുത്ത തണുപ്പിൽ തെരുവോരങ്ങളിൽ ആളുകളുടെ മുന്നിൽ കൈനീട്ടുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന അപമാനം നിങ്ങൾക്കറിയാമോ? പലരും എന്നെ ആട്ടി അകറ്റാറുണ്ട്, പുച്ഛിക്കാറുണ്ട്. അതാണോ നിങ്ങൾ പറയുന്ന അപമാനം? അവൾ ഒന്ന് നിർത്തി. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്റെ അച്ഛന്റെ ചികിത്സയ്ക്കായി ഞങ്ങളുടെ വീടും സമ്പാദ്യവും എല്ലാം വിറ്റുപെറുക്കി ഒടുവിൽ ഈ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നവളാണ് ഞാൻ. അച്ഛൻ മരിച്ചപ്പോൾ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും ഗതിയില്ലാതെ ഞാൻ കരഞ്ഞു. എന്നിട്ടും ഞാൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഓരോ ദിവസവും ഞാൻ ഈ ദുരിതങ്ങളോട് പൊരുതുകയാണ്. എന്നാൽ നിങ്ങൾ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഒരൊറ്റ തിരിച്ചടിയിൽ നിങ്ങൾ തകർന്നു വീണു. അവൾ നിങ്ങളുടെ യഥാർത്ഥ സ്നേഹം അർഹിക്കുന്നില്ലെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. സ്നേഹത്തിന് വേണ്ടി പോരാടാനോ അതിനെ അതിജീവിക്കാനോ നിങ്ങൾ തയ്യാറല്ല. ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ രജത്തിന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുകയായിരുന്നു. അവൻ അവളെ തുറിച്ചു നോക്കി. ഒരു തെരുവ് പെൺകുട്ടി തനിക്ക് നൽകിയ ആ തിരിച്ചറിവ് അവനെ ചിന്തിപ്പിച്ചു. അവളുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ജീവിതത്തോട് പൊരുതുന്ന ആ വലിയ മനസ്സിനെ അവൻ ആദരവോടെ നോക്കി നിന്നു. അവളുടെ വാക്കുകൾ അവനിൽ പുതിയൊരു വെളിച്ചം നിറച്ചു. തന്റെ സങ്കടങ്ങളെല്ലാം മറന്ന് അവൻ അവളെ തന്നെ നോക്കി നിന്ന് പോയി. അവളുടെ വരണ്ട ചുണ്ടുകളും ക്ഷീണിച്ച കണ്ണുകളും അവനിൽ വല്ലാത്തൊരു അലിവുണ്ടാക്കി. അവളിലെ പോരാളിയെ അവൻ വീണ്ടും കണ്ടു. പെട്ടെന്ന് അവന്റെ സ്വരം ശാന്തമായി. നീ ഇന്നൊന്നും കഴിച്ചില്ലേ? രജത് ചോദിച്ചു. അവൾ അമ്പരപ്പോടെ അവനെ നോക്കി. കഴിഞ്ഞ 2 ദിവസമായി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ചിലർ തന്ന കുറച്ച് വെള്ളം മാത്രമാണ് എന്റെ വയറ്റിലുള്ളത്. സിമ്രാൻ തലകുനിച്ചു പറഞ്ഞു. രജത്തിന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. അവന് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. എന്നോട് ക്ഷമിക്കൂ. വരൂ, ഞാൻ നിനക്ക് ഭക്ഷണം വാങ്ങിത്തരാം, അവൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞു. അവൾ മടിച്ചു നിന്നെങ്കിലും അവന്റെ കണ്ണുകളിലെ ആത്മാർത്ഥത കണ്ട് അവൾ അവനോടൊപ്പം നടക്കാൻ തയ്യാറായി. അവളുടെ വിറയ്ക്കുന്ന കാലുകൾക്ക് അവന്റെ വാക്കുകൾ ഒരു പുതുജീവൻ നൽകി. ആ നിമിഷം തീർത്തും അപരിചിതരായ ആ 2 പേരുടെ ജീവിതങ്ങൾ തമ്മിൽ ഒരു പുതിയ ബന്ധം ഉടലെടുക്കുകയായിരുന്നു. ഒരു വജ്രമോതിരത്തിലൂടെ നഷ്ടപ്പെട്ട പ്രണയവും അതേ മോതിരത്തിലൂടെ കണ്ടെത്താൻ പോകുന്ന പുതിയൊരു സ്നേഹവും അവർക്ക് മുന്നിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മഞ്ഞു വീഴുന്ന ആ തെരുവിലൂടെ സിമ്രാനെയും കൂട്ടി രജത്ത് നടന്നു. നഗരത്തിലെ ഏറ്റവും പ്രശസ്തവും ആഡംബരപൂർണവുമായ ഒരു റെസ്റ്റോറന്റിന് മുന്നിലാണ് അവർ ചെന്നു നിന്നത്. സ്ഫടിക ചില്ലുകൾ കൊണ്ടലങ്കരിച്ച അതിന്റെ വാതിലുകൾക്കപ്പുറം വില കൂടിയ പെർഫ്യൂമുകളുടെയും വിശിഷ്ടമായ ഭക്ഷണ വിഭവങ്ങളുടെയും ഗന്ധം ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു. സിമ്രാൻ ഒരു നിമിഷം മടിച്ചു നിന്നു. തന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളും അഴുക്കുപുരണ്ട പാദങ്ങളും ആ വലിയ ലോകത്തിന് ഒട്ടും അനുയോജ്യമല്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ഗ്ലാസ് ഡോറിനുള്ളിലൂടെ തന്നെ തുറിച്ചു നോക്കുന്ന സെക്യൂരിറ്റി ഗാർഡിന്റെ കണ്ണുകളിലെ പുച്ഛം അവൾക്ക് വ്യക്തമായി കാണാം. അവൾ പതിയെ പിന്നോട്ട് ചുവടുവെക്കാൻ ശ്രമിച്ചു. എന്നാൽ രജത്ത് അത് ശ്രദ്ധിച്ചു. അവൻ അവളുടെ നേരെ തിരിഞ്ഞ് വളരെ സ്നേഹത്തോടെ പറഞ്ഞു. വരൂ, നീ എന്റെ അതിഥിയാണ്. ആരെന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മൾ നോക്കേണ്ടതില്ല. അവന്റെ ആ വാക്കുകൾ അവൾക്കൊരു വലിയ ആശ്വാസമായിരുന്നു. രജത്ത് മുന്നോട്ട് നടന്ന് അവൾക്കായി വാതിൽ തുറന്നു കൊടുത്തു. റെസ്റ്റോറന്റിനുള്ളിലെ മൃദുവായ വെളിച്ചവും ശാന്തമായ സംഗീതവും ആ അന്തരീക്ഷത്തെ കൂടുതൽ മനോഹരമാക്കിയിരുന്നു. അവിടെ ഇരുന്നിരുന്ന ഉന്നത കുലജാതരായ പലരുടെയും കണ്ണുകൾ അവരിലേക്ക് നീണ്ടു. രജത്തിനെ പോലെ കോടീശ്വരനായ ഒരു ചെറുപ്പക്കാരനോടൊപ്പം യാചകയെ പോലെ തോന്നിക്കുന്ന ഒരു പെൺകുട്ടി നടന്നു വരുന്നത് അവരിൽ കൗതുകവും നെറ്റിച്ചുളിപ്പും ഉണ്ടാക്കി. എന്നാൽ രജത്ത് അതൊന്നും വകവെച്ചില്ല. റെസ്റ്റോറന്റിന്റെ ഒരു മൂലയിലുള്ള അല്പം സ്വകാര്യത ലഭിക്കുന്ന ഒരു മേശക്കരികിലേക്ക് അവൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി. അവൾക്ക് ഇരിക്കാനായി അവൻ തന്നെ കസേര വലിച്ചു കൊടുത്തു. ജീവിതത്തിൽ ആദ്യമായാണ് ഒരാൾ തനിക്ക് ഇത്രയും വലിയൊരു പരിഗണന നൽകുന്നതെന്ന് സിമ്രാൻ തിരിച്ചറിഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അധികം വൈകാതെ ചൂടുള്ള ഭക്ഷണ വിഭവങ്ങൾ അവരുടെ മുന്നിലെത്തി. സൂപ്പും റൊട്ടിയും വില കൂടിയ കറികളും ആ മേശമേൽ നിരന്നു. ആ ഭക്ഷണത്തിന്റെ ഗന്ധം സിമ്രാന്റെ നിയന്ത്രണങ്ങളെല്ലാം ഭേദിച്ചു. കഴിഞ്ഞ 2 ദിവസമായി ഒരു തുള്ളി വെള്ളം മാത്രം കുടിച്ച് ജീവൻ നിലനിർത്തിയ അവളുടെ വയറ് എരിയുകയായിരുന്നു. അവൾ വേഗത്തിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവളുടെ കഴിക്കുന്ന രീതി കണ്ടാൽ ആർക്കും സഹതാപം തോന്നും. എന്നാൽ രജത്ത് അവളെ തടഞ്ഞില്ല. അവന്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം വിശപ്പടക്കുക എന്നതാണെന്നും താൻ ഇതുവരെ ജീവിച്ചത് തീർത്തും കൃത്രിമമായ ഒരു ലോകത്താണെന്നും അവന് തോന്നി തുടങ്ങി. അവൾ ഇടയ്ക്കിടെ അവനെ നോക്കി ലജ്ജയോടെ പുഞ്ചിരിച്ചു. ക്ഷമിക്കണം, എനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിഞ്ഞില്ല, അവൾ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. സാരമില്ല, നീ സാവധാനം കഴിക്കൂ, നിനക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. അവനൊരു ഗ്ലാസ് വെള്ളം അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് വല്ലാത്തൊരു പ്രസരിപ്പ് വന്നിരുന്നു.
ദാരിദ്ര്യത്തിന്റെ നിഴൽപ്പാടുകൾക്കിടയിലും അവൾക്ക് വല്ലാത്തൊരു വശ്യതയുണ്ടെന്ന് രജത്ത് മനസ്സിലാക്കി. ഇനി എന്താണ് നിന്റെ പ്ലാൻ? എവിടെയാണ് നീ താമസിക്കുന്നത്? രജത്ത് ചോദിച്ചു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല സാർ. ഈ തെരുവുകൾ തന്നെയാണ് എന്റെ വീട്. ഇന്നത്തെ രാത്രി എങ്ങനെയെങ്കിലും തള്ളി നീക്കണം, അവൾ സങ്കടത്തോടെ പറഞ്ഞു. ഇല്ല, ഇനി നീ തെരുവിൽ കിടക്കേണ്ട. ഞാൻ നിനക്ക് ഒരു നല്ല ഹോസ്റ്റലിൽ താമസിക്കാൻ സൗകര്യം ഏർപ്പാടാക്കി തരാം. മാത്രമല്ല, നിനക്ക് ആവശ്യമുള്ള പുതിയ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും വാങ്ങാൻ വേണ്ട പണവും ഞാൻ നൽകാം. രജത്തിന്റെ വാക്കുകൾ കേട്ട് സിമ്രാൻ അവിശ്വസനീയതയോടെ അവനെ നോക്കി. ഈ ലോകത്ത് യാതൊരു സ്വാർത്ഥതയുമില്ലാതെ സഹായിക്കാൻ ആളുകളുണ്ടെന്നത് അവൾക്കൊരു പുതിയ അറിവായിരുന്നു. പെട്ടെന്ന് ആ ശാന്തമായ അന്തരീക്ഷത്തെ ഭേദിച്ചുകൊണ്ട് ഉറക്കെയുള്ള ഒരു ചിരി കേട്ടു. അത് കേട്ടതും രജത്തിന്റെ മുഖത്തെ ഭാവം മാറി. ആ ശബ്ദം അവന് വളരെ പരിചിതമായിരുന്നു. അവൻ തിരിഞ്ഞു നോക്കി. റെസ്റ്റോറന്റിന്റെ മറുഭാഗത്തുള്ള VIP ടേബിളിൽ കവിത ഇരിക്കുന്നു. എന്നാൽ അവൾ തനിച്ചായിരുന്നില്ല. അവളുടെ തൊട്ടടുത്ത് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇരിക്കുന്നത് വിക്രമാണ്, രജത്തിന്റെ ബിസിനസ് രംഗത്തെ ഏറ്റവും വലിയ ശത്രു. വിക്രമിന്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവന്റെ ചെവിയിൽ എന്തോ പറഞ്ഞ് കവിത പൊട്ടിച്ചിരിക്കുകയാണ്. രജത്തിന്റെ തലച്ചോറിലൂടെ ഒരു മിന്നൽ കടന്നു പോയതുപോലെ അവന് തോന്നി. തനിക്ക് ജോലി തിരക്കാണെന്നും താൻ സമയം നൽകുന്നില്ലെന്നും പറഞ്ഞ് കുറച്ചു മുൻപ് തന്നെ അപമാനിച്ച് ഇറങ്ങിപ്പോയവൾ ഇപ്പോൾ തന്റെ ശത്രുവിന്റെ ഒപ്പം ഇരിക്കുന്നു. സത്യം അവന് ബോധ്യമായി. അവൾ തന്നെ ഉപേക്ഷിച്ചത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് വിക്രമിന്റെ വലിയ സമ്പത്തും സ്വാധീനവും മോഹിച്ചാണ്. അവൾ തന്നോട് പറഞ്ഞതെല്ലാം പച്ച കള്ളമായിരുന്നു. ഒരു നിമിഷം കൊണ്ട് അവന്റെ ഹൃദയത്തിലെ പ്രണയം കടുത്ത ദേഷ്യത്തിനും പകയ്ക്കും വഴിമാറി. അവന്റെ കൈകൾ മുഷ്ടി ചുരുട്ടി, പല്ലുകൾ ഞെരിച്ചു. സിമ്രാൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ നോട്ടം രജത്തിൽ നിന്നും ആ മേശയിലേക്കും തിരികെ രജത്തിലേക്കും നീണ്ടു. കാര്യങ്ങൾ എന്താണെന്ന് ആ പെൺകുട്ടിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അവൾ പതുക്കെ തന്റെ കൈകൾ നീട്ടി മേശപ്പുറത്തിരുന്ന രജത്തിന്റെ വിറയ്ക്കുന്ന കൈകൾക്ക് മേൽ വെച്ചു. അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു, സർ, ശാന്തനാകൂ. നിങ്ങളുടെ കണ്ണീരോ കോപമോ അർഹിക്കുന്നവളല്ല അവൾ. അവൾ നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. ആ വഞ്ചകിക്കു വേണ്ടി നിങ്ങൾ എന്തിനാണ് സ്വയം ഇല്ലാതാകുന്നത്? അവളുടെ മൃദുവായ സ്പർശവും വിവേകം നിറഞ്ഞ വാക്കുകളും രജത്തിനെ പെട്ടെന്ന് സമനിലയിലേക്ക് കൊണ്ടുവന്നു. അവൻ ദീർഘമായി നിശ്വസിച്ചു. അതെ, അവൾ പറഞ്ഞത് ശരിയാണ്. താൻ ഇനിയും തകർന്നു പോകാൻ പാടില്ല. തന്നെ അപമാനിച്ചവളുടെ മുന്നിൽ തലയുയർത്തി തന്നെ നിൽക്കണം. പെട്ടെന്ന് രജത്തിന്റെ മനസ്സിൽ ഒരു ആശയം ഉദിച്ചു. അവൻ സിമ്രാനെ സൂക്ഷിച്ചൊന്ന് നോക്കി. അവളുടെ അഴുക്കു പുരണ്ട വസ്ത്രങ്ങൾക്കും പാറിപ്പറന്ന മുടിക്കുമുള്ളിൽ ആരും കൊതിക്കുന്ന ഒരു സൗന്ദര്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവന് തോന്നി. സിമ്രാൻ, നീ എന്നെ സഹായിക്കുമോ? രജത് പെട്ടെന്ന് ചോദിച്ചു. എന്താണ് സാർ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ ജീവൻ തന്നാലും നിങ്ങൾക്ക് പകരമാകില്ല, അവൾ ആത്മാർത്ഥതയോടെ പറഞ്ഞു. എനിക്കതിന് നിന്റെ ജീവനൊന്നും വേണ്ട. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് നഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നവരുടെ മുന്നിൽ എനിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ലെന്ന് കാണിച്ചു കൊടുക്കണം. നീ എനിക്കൊപ്പം നിൽക്കുമോ എന്റെ സുഹൃത്തായി? അവൾക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അവൾ സമ്മതം എന്നോണം തലയാട്ടി. രജത്ത് ഉടൻ തന്നെ തന്റെ ഫോൺ എടുത്ത് തന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനെ വിളിച്ചു. എനിക്ക് ഉടനടി കുറച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം. നഗരത്തിലെ ഏറ്റവും മികച്ച ഒരു ബ്യൂട്ടി സലൂൺ ബുക്ക് ചെയ്യുക. അതുപോലെ ഒരു പ്രശസ്ത ഡിസൈനറുടെ ഏറ്റവും പുതിയ കളക്ഷനിൽ നിന്നുമുള്ള അതിമനോഹരമായ ഒരു പാർട്ടി വെയർ ഗൗൺ, അതിന് ചേരുന്ന ആഭരണങ്ങൾ എല്ലാം അരമണിക്കൂറിനുള്ളിൽ തയ്യാറാകണം. ഫോൺ വെച്ചതിനു ശേഷം അവൻ സിമ്രാനെ നോക്കി പുഞ്ചിരിച്ചു. ഇന്ന് രാത്രി ഈ നഗരം മറ്റൊരു സിമ്രാനെ കാണാൻ പോവുകയാണ്. എന്റെ കൂടെ വരൂ. ഉറങ്ങിക്കിടന്നിരുന്ന ഒരു സ്വപ്നത്തിൽ നിന്നും ഉണർന്നതുപോലെയായിരുന്നു സിമ്രാന്റെ അവസ്ഥ. വരാനിരിക്കുന്ന വലിയ മാറ്റത്തെ കുറിച്ചോർത്ത് അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ആ രാത്രി കേവലം ഒരു പകരം വീട്ടലിന്റേത് മാത്രമായിരുന്നില്ല, മറിച്ച് തീർത്തും വ്യത്യസ്തരായ രണ്ടുപേരുടെ ഹൃദയങ്ങൾ തമ്മിൽ അടുക്കുന്നതിന് തുടക്കം കൂടിയായിരുന്നു. രജത്തിന്റെ നിർദ്ദേശപ്രകാരം നഗരത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ആഡംബരങ്ങൾ നിറഞ്ഞ ബ്യൂട്ടി സലൂണിന്റെ വാതിലുകൾ സിമ്രാന് മുന്നിൽ തുറക്കപ്പെട്ടു. വെറുമൊരു തെരുവ് പെൺകുട്ടിയിൽ നിന്നും അമ്പരപ്പിക്കുന്ന ഒരു സുന്ദരിയിലേക്കുള്ള അവളുടെ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു അത്. സുഗന്ധ തൈലങ്ങളുടെയും പനിനീരിന്റെയും ഗന്ധം തളം കെട്ടി നിൽക്കുന്ന ആ സലൂണിനുള്ളിലേക്ക് കടക്കുമ്പോൾ സിമ്രാന്റെ ഹൃദയം ഭയം കൊണ്ടും ആകാംക്ഷ കൊണ്ടും അതിവേഗം ഇടിക്കുന്നുണ്ടായിരുന്നു. സലൂണിലെ ജീവനക്കാർ വളരെ ആദരവോടെയാണ് അവളെ സ്വീകരിച്ചത്. ഇളം ചൂടുവെള്ളത്തിൽ വില കൂടിയ ലോഷനുകൾ ഉപയോഗിച്ച് അവളുടെ ദേഹത്തെ അഴുക്കുകൾ മുഴുവൻ അവർ കഴുകി കളഞ്ഞു. കഴിഞ്ഞ കാലത്തിന്റെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ആ വെള്ളത്തിനൊപ്പം ഒലിച്ചു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. പരുപരുത്ത അവളുടെ ചർമ്മം മൃദുലമായ ക്രീമുകളുടെ സ്പർശനത്താൽ വീണ്ടും ജീവൻ വെച്ചു. പാറിപ്പറന്ന ജടപിടിച്ച അവളുടെ മുടിയിഴകളെ അവർ വളരെ ശ്രദ്ധയോടെ കഴുകി സിൽക്ക് പോലെ മിനുസപ്പെടുത്തി മനോഹരമായ ഒരു ഹെയർ സ്റ്റൈലിലേക്ക് മാറ്റി. അതിനുശേഷം രജത്ത് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ച പ്രശസ്തനായ ഡിസൈനറുടെ വസ്ത്രം അവർ അവൾക്ക് നൽകി. ഇരുണ്ട നീല നിറത്തിലുള്ള സ്വർണ്ണ നൂലുകൾ കൊണ്ട് അതിമനോഹരമായി എംബ്രോയിഡറി ചെയ്ത ഒരു നീളൻ വെൽവെറ്റ് ഗൗൺ ആയിരുന്നു അത്. ആ വസ്ത്രം ധരിച്ച് വലിയൊരു കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നപ്പോൾ സിമ്രാന്റെ ശ്വാസം നിലച്ചുപോയി. കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന ആ രൂപം തന്റേതാണെന്ന് വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ കഴുത്തിൽ തിളങ്ങുന്ന വജ്രങ്ങൾ പതിച്ച ഒരു നെക്ലേസും കാതുകളിൽ അതിനോട് ചേരുന്ന കമ്മലുകളും അവർ അണിയിച്ചു. നേരിയ മേക്കപ്പിലൂടെ അവളുടെ മുഖത്തെ ക്ഷീണം പൂർണ്ണമായും മാഞ്ഞുപോയിരുന്നു. ദുരിതങ്ങളുടെ കരിനിഴൽ മറിഞ്ഞുകിടക്കുന്ന ഒരു രാജകുമാരിയെ പോലെ അവൾ പ്രകാശിച്ചു. സലൂണിന്റെ വെയിറ്റിംഗ് ലോഞ്ചിൽ ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു രജത്ത്. ഡ്രസ്സിംഗ് റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ തലയുയർത്തി നോക്കി. അവന്റെ കണ്ണുകൾ വിടർന്നു. ചുണ്ടുകളിലെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി.
സിമ്രാനെ നോക്കി അവൻ ശരിക്കും സ്തംഭിച്ചുപോയി. തെരുവിലെ ഇരുട്ടിൽ നിന്നും താൻ കൂട്ടിക്കൊണ്ടുവന്ന ആ പെൺകുട്ടിയാണോ ഇതെന്ന സംശയം അവനിൽ നിഴലിച്ചു. അവളുടെ ലാവണ്യവും ആ വസ്ത്രത്തിൽ അവൾ പ്രകടിപ്പിച്ച ആത്മവിശ്വാസവും അവനെ വല്ലാതെ ആകർഷിച്ചു. അവൾ പതുക്കെ നടന്നു വന്ന് അവന്റെ മുന്നിൽ നിന്നു. ലജ്ജ കൊണ്ട് അവളുടെ കവിളുകൾ ചുവന്നിരുന്നു. ഞാൻ ഒരുപാട് മാറിയോ? അവൾ വളരെ നേർത്ത ശബ്ദത്തിൽ ചോദിച്ചു. രജത് ഒരു ദീർഘനിശ്വാസത്തോടെ മറുപടി നൽകി. സിമ്രാൻ, നീ അതിസുന്ദരിയായിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരിയായ പെൺകുട്ടി നീയാണ്. ആ വാക്കുകളിൽ യാതൊരു അതിശയോക്തിയും ഇല്ലായിരുന്നു. അത് അവന്റെ ഹൃദയത്തിൽ നിന്നും വന്ന സത്യമായിരുന്നു. ആ വാക്കുകളിൽ വല്ലാത്തൊരു സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു. അത് അവന്റെ ഹൃദയത്തിൽ നിന്നും വന്ന സത്യമാണ്. അവന്റെ ആത്മാർത്ഥമായ അഭിനന്ദനം കേട്ട് അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. രജത് അവളുടെ നേരെ തന്റെ കൈ നീട്ടി. ഒരു നിമിഷം മടിച്ചെങ്കിലും അവൾ തന്റെ മൃദുലമായ കൈകൾ അവന്റെ കൈക്കുള്ളിൽ വെച്ചു കൊടുത്തു. അവർ തിരികെ ആ ആഡംബര റെസ്റ്റോറന്റിലേക്ക് തന്നെ നടന്നു. ഇത്തവണ ഗ്ലാസ് ഡോറിനരികിൽ നിന്ന സെക്യൂരിറ്റി ഗാർഡ് വളരെ ബഹുമാനത്തോടെ അവർക്ക് സല്യൂട്ട് അടിച്ചു. അവർ റെസ്റ്റോറന്റിലേക്ക് പ്രവേശിച്ചതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവരിലേക്ക് തിരിഞ്ഞു. അത്രയേറെ ആകർഷകമായിരുന്നു ആ ജോഡികൾ. രജത്തിന്റെ കൈകളിൽ പിടിച്ച് തലയുയർത്തി വളരെ പ്രൗഢിയോടെയാണ് സിമ്രാൻ നടന്നു നീങ്ങിയത്. അവർ നേരെ കവിതയുടെയും വിക്രമിന്റെയും ടേബിളിനടുത്തേക്ക് നടന്നു. രജത്തിനെ വീണ്ടും കണ്ടതും കവിതയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. എന്നാൽ അവന്റെ കൂടെയുള്ള സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടപ്പോൾ അവളുടെ പുരികങ്ങൾ ചൊടിഞ്ഞു. വിക്രമാകട്ടെ സിമ്രാന്റെ സൗന്ദര്യത്തിൽ മയങ്ങി കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഹലോ വിക്രം. ഹലോ കവിത. രജത് വളരെ ശാന്തനായി എന്നാൽ ഗാംഭീര്യത്തോടെ പറഞ്ഞു. ഇത് എന്റെ പുതിയ സുഹൃത്താണ് സിമ്രാൻ. കവിതയുടെ കണ്ണുകളിൽ അസൂയയുടെ തീപ്പൊരികൾ മിന്നി. താൻ ഉപേക്ഷിച്ചു പോയി മണിക്കൂറുകൾ പോലും ആകുന്നതിന് മുമ്പ് രജത് തന്നെക്കാൾ സുന്ദരിയായ മറ്റൊരുവളെ കണ്ടെത്തിയെന്ന സത്യം അവളുടെ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു. ഓഹോ, അപ്പോൾ ഇത്ര വേഗം പുതിയ ആളെ കണ്ടെത്തിയോ? കൊള്ളാം, കവിത പരിഹാസത്തോടെ പറഞ്ഞു. ഒപ്പം അവളുടെ കണ്ണുകൾ സിമ്രാന്റെ വസ്ത്രത്തിലേക്കും ആഭരണങ്ങളിലേക്കും നീണ്ടു. ആ വസ്ത്രത്തിന്റെ ബ്രാൻഡും വിലയും കവിതയ്ക്ക് നന്നായി അറിയാമായിരുന്നു. എങ്കിലും ഈ വസ്ത്രം ഇവൾക്ക് തീരെ ചേരുന്നില്ല. വെറുമൊരു പാവയെ പോലെയുണ്ട്, അവൾ പകയോടെ കൂട്ടിച്ചേർത്തു. എന്നാൽ രജത്ത് വളരെ കൂളായി മറുപടി നൽകി. സൗന്ദര്യം വസ്ത്രത്തിലല്ല കവിത, അത് മനസ്സിലാണ്. സിമ്രാന്റെ മനസ്സിന്റെ സൗന്ദര്യം ഈ വസ്ത്രത്തെക്കാൾ 1000 ഇരട്ടി തിളക്കമുള്ളതാണ്, അല്ലേ വിക്രം? വിക്രം പെട്ടെന്ന് ഞെട്ടിത്തെരിച്ചു. അതെ, തീർച്ചയായും വളരെ മനോഹരിയാണ്, അവൻ അറിയാതെ പറഞ്ഞു പോയി. വിക്രമിന്റെ ഈ മറുപടി കവിതയെ കൂടുതൽ അസ്വസ്ഥയാക്കി. റെസ്റ്റോറന്റിൽ മൃദുവായ പാശ്ചാത്യ സംഗീതം ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു. നൃത്തം ചെയ്യാനായി ചിലർ ഡാൻസ് ഫ്ലോറിലേക്ക് നീങ്ങി. രജത് സിമ്രാന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, നമുക്കൊരു ഡാൻസ് ചെയ്താലോ? അവൾക്ക് നൃത്തം ചെയ്യാൻ അറിയില്ലായിരുന്നു. സർ, എനിക്കിതൊന്നും, അവൾ മടിയോടെ പറഞ്ഞു. എന്നെ വിശ്വസിക്കൂ, ഞാൻ കൂടെയുണ്ട്, അവൻ അവളുടെ കൈകളിൽ മൃദുവായി മുത്തമിട്ടുകൊണ്ട് പറഞ്ഞു. അവർ ഡാൻസ് ഫ്ലോറിലേക്ക് നടന്നു. രജത്ത് അവളുടെ ഒരു കൈ തന്റെ തോളിൽ വെക്കുകയും മറുകൈയാൽ അവളുടെ അരക്കെട്ടിലൂടെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. സംഗീതത്തിന്റെ താളത്തിനൊപ്പിച്ച് അവർ പതിയെ ചുവടുവെക്കാൻ തുടങ്ങി. ആ നൃത്തത്തിനിടയിൽ അവർ ബാക്കിയുള്ള ലോകത്തെ മുഴുവൻ മറന്നുപോയി. പ്രതികാരം ചെയ്യാനോ കവിതയെ അസൂയപ്പെടുത്താനോ തുടങ്ങിയ ഒരു നാടകം മാത്രമായിരുന്നു അതെങ്കിലും ആ നിമിഷത്തിൽ അവരുടെ ഉള്ളിൽ യഥാർത്ഥ വികാരങ്ങൾ ജനിക്കുകയായിരുന്നു. സിമ്രാന്റെ നിഷ്കളങ്കമായ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഇതുവരെ താൻ അനുഭവിച്ച സ്നേഹമെല്ലാം വ്യാജമായിരുന്നുവെന്ന് രജത്തിന് തോന്നി. അവളിലെ നന്മയും കരുത്തും അവനെ കീഴടക്കുകയായിരുന്നു. സിമ്രാനാകട്ടെ തനിക്ക് ലഭിച്ച ഈ സംരക്ഷണവും സ്നേഹവും ഒരു സ്വപ്നമായിരിക്കരുതേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ അദൃശ്യമായ ഒരു ബന്ധം അവിടെ ഉടലെടുക്കുകയായിരുന്നു. നൃത്തം കഴിഞ്ഞ് അവർ ടേബിളിലേക്ക് മടങ്ങി വന്നു. സിമ്രാൻ വാഷ്റൂമിലേക്ക് പോയ സമയം രജത് തനിച്ചായ ആ നിമിഷം നോക്കി കവിത വേഗത്തിൽ അവന്റെ അടുത്തേക്ക് വന്നു. അവളുടെ കണ്ണുകളിൽ ദേഷ്യവും ഒപ്പം വല്ലാത്തൊരു പരിഭ്രാന്തിയും ഉണ്ടായിരുന്നു. രജത്, ഇതെല്ലാം നീ എന്നെ അസൂയപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്ന നാടകമല്ലേ? എനിക്കറിയാം നീ ഇപ്പോഴും എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നതെന്ന്, അവൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. രജത് അവളെ നോക്കി ഒരു പുച്ഛച്ചിരി പാസാക്കി. രജത് പ്ലീസ്, ആ വിക്രമിനൊപ്പം പോയത് എന്റെ തെറ്റാണ്. എനിക്ക് നിന്നെ മതി. ആ യാചക പെണ്ണിനെ ഉപേക്ഷിച്ച് നീ എന്റെ കൂടെ വരൂ, നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം. കവിത അവന്റെ കൈകളിൽ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് കെഞ്ചി. എന്നാൽ രജത്ത് വളരെ പെട്ടെന്ന് തന്റെ കൈകൾ പിൻവലിച്ചു. മുൻപൊരിക്കലും അവൾ കണ്ടിട്ടില്ലാത്ത ഒരു ദൃഢത അവന്റെ മുഖത്തുണ്ടായിരുന്നു. ആ സമയം വാഷ്റൂമിൽ നിന്നും മടങ്ങി വന്ന സിമ്രാൻ ഇത് കേൾക്കാനിടയായി. അവളുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. രജത്ത് വീണ്ടും കവിതയെ സ്വീകരിക്കുമോ എന്ന ഭയം അവളെ പിടികൂടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. രജത്തിന്റെ മറുപടിക്കായി സിമ്രാനും കവിതയും ഒരുപോലെ ശ്വാസമടക്കി കാത്തുനിന്നു. കവിതയുടെ ചോദ്യത്തിന് മുന്നിൽ രജത്ത് എന്തു മറുപടി പറയണമെന്നറിയാതെ ശ്വാസമടക്കി പിടിച്ചു നിൽക്കുകയായിരുന്നു. ആ നിമിഷം റെസ്റ്റോറന്റിൽ മൃദുവായി ഒഴുകിയിരുന്ന സംഗീതം പോലും സിമ്രാന്റെ കാതുകളിൽ ഒരു ഭയാനകതയാണ് പടർത്തിയത്. തനിക്ക് ലഭിച്ച ഈ സ്വർഗീയമായ സന്തോഷം വെറുമൊരു മരുപ്പച്ച മാത്രമായിരുന്നോ എന്ന ചിന്ത അവളുടെ നെഞ്ചിന് വല്ലാതെ പൊള്ളിച്ചു. രജത്തിന്റെ മറുപടിക്കായി കവിത ആകാംക്ഷയോടെ അവനെ തന്നെ ഉറ്റുനോക്കി. അവളുടെ കണ്ണുകളിൽ തന്റെ സൗന്ദര്യത്തിലുള്ള അമിതമായ ആത്മവിശ്വാസവും രജത്തിനെ ഏതു നിമിഷവും തനിക്ക് വരുതിയിലാക്കാമെന്ന അഹങ്കാരവും നേളിച്ചു നിന്നിരുന്നു. എന്നാൽ അവളുടെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് വളരെ ശാന്തവും എന്നാൽ മൂർച്ചയേറിയതുമായ ഒരു സ്വരത്തിൽ രജത്ത് സംസാരിക്കാൻ തുടങ്ങി. അവന്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയത്തിന്റെ ഒരു നേരിയ കണിക പോലും അപ്പോൾ അവശേഷിച്ചിരുന്നില്ല. മറിച്ച് വഞ്ചനയുടെ കയ്പ് നിറഞ്ഞ ഒരുതരം മരവിപ്പായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കവിത,
അവന്റെ ശബ്ദം ആ വലിയ ഹാളിൽ വ്യക്തമായി മുഴങ്ങി. സ്നേഹം എന്നത് നിനക്ക് ലാഭനഷ്ടങ്ങൾ നോക്കി നിക്ഷേപിക്കാനുള്ള ഒരു ബിസിനസ് അല്ല. നിന്റെ സൗകര്യത്തിനും സമ്പത്തിനും അനുസരിച്ച് മാറ്റിയെടുക്കാൻ അത് വെറും ഒരു വസ്ത്രവുമല്ല. എന്റെ പണത്തേക്കാൾ കൂടുതൽ വിക്രമിന് സമ്പത്തുണ്ടെന്ന് തോന്നിയപ്പോൾ നീ എന്നെ വലിച്ചെറിഞ്ഞു. ഇപ്പോൾ അവനേക്കാൾ വിലപിടിപ്പുള്ള ഒരാളായി ഞാൻ മാറിയെന്ന് തോന്നിയപ്പോൾ നീ വീണ്ടും എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. എനിക്ക് നിന്നോട് ദേഷ്യമില്ല, പകരം വല്ലാത്തൊരു സഹതാപം മാത്രമാണുള്ളത്. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്നേഹമെന്ന പവിത്രമായ വികാരത്തെ വിലപേശുന്ന നിന്നെ പോലൊരാളെ എന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി തന്നതിന് ആ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. രജത്തിന്റെ വാക്കുകൾ ഓരോന്നും കവിതയുടെ മുഖത്തേൽക്കുന്ന പ്രഹരങ്ങളായിരുന്നു. അവൾക്ക് ചുറ്റുമുള്ള ലോകം കറങ്ങുന്നത് പോലെ തോന്നി. അപമാനം കൊണ്ട് അവളുടെ മുഖം വിളറി വെളുത്തു. അവനൊന്ന് നിർത്തി, പിന്നെ കൂടുതൽ ദൃഢതയോടെ തുടർന്നു. നീ അവളെ ഒരു തെരുവ് പെണ്ണെന്നും യാചകയെന്നും വിളിച്ച് പരിഹസിച്ചു അല്ലെ? എന്നാൽ സത്യം എന്താണെന്നറിയാമോ കവിത? നിന്നേക്കാൾ എത്രയോ മടങ്ങ് ആത്മാഭിമാനവും അന്തസ്സും അവൾക്കുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ജീവിതത്തോട് പൊരുതുന്ന ഒരു യഥാർത്ഥ പോരാളിയാണ് അവൾ. ആഡംബരങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന നിന്റെ മനസ്സ് ദാരിദ്ര്യം പിടിച്ചതും അഴുക്കു നിറഞ്ഞതുമാണ്. എന്നാൽ തെരുവിൽ ജീവിക്കുന്ന അവളുടെ മനസ്സ് സ്വർണത്തേക്കാൾ പരിശുദ്ധമാണ്. ഇനി ഒരിക്കലും എന്റെ മുന്നിൽ ഈ മുഖവുമായി നീ വരരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് രജത് അവളിൽ നിന്നും മുഖം തിരിച്ചു. കവിതയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. ചുറ്റുമുള്ളവർ തന്നെ നോക്കി പരിഹസിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. വിക്രം പോലും ഈ നാടകീയ രംഗങ്ങൾ കണ്ട് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവിടെ നിന്നും നടന്നു നീങ്ങിയിരുന്നു. തികച്ചും ഒറ്റപ്പെട്ടവളായി തകർന്നടിഞ്ഞ അഹങ്കാരവുമായി കവിത അവിടെ തന്നെ നിന്നുപോയി. മറുവശത്ത് രജത്തിന്റെ ഓരോ വാക്കുകളും സിമ്രാന്റെ കാതുകളിൽ അമൃതം പോലെയാണ് വീണത്. തനിക്ക് വേണ്ടി സംസാരിക്കാൻ, തന്നെ ഇത്രയധികം മനസ്സിലാക്കാൻ ഒരാളുണ്ടെന്ന തിരിച്ചറിവ് അവളുടെ ഉള്ളിലെ ഭയത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി. ആനന്ദാശ്രുക്കൾ അവളുടെ കവിളുകളിലൂടെ ഒഴുകിയിറങ്ങി. പെട്ടെന്ന് തിരിഞ്ഞു നടന്ന രജത്ത് അവിടെ നിൽക്കുന്ന സിമ്രാനെ കണ്ടു. നിമിഷനേരം കൊണ്ട് അവന്റെ മുഖത്തെ ഗാംഭീര്യം മാറി. അവിടെ വല്ലാത്തൊരു അലിവ് നിറഞ്ഞു. അവൻ പതുക്കെ നടന്ന് അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് യാതൊരു മടിയും കൂടാതെ അവൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. നമുക്ക് പോകാം, അവൻ പതുക്കെ പറഞ്ഞു. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സമ്മതം എന്നോണം തലയാട്ടി. എല്ലാവരുടെയും നോട്ടങ്ങളെ അവഗണിച്ച് അവർ പരസ്പരം കൈകൾ കോർത്തു പിടിച്ച് ആ റെസ്റ്റോറന്റിൽ നിന്നും പുറത്തേക്ക് നടന്നു. പുറത്ത് നഗരത്തിന്റെ ആ തണുത്ത രാത്രി അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. കോടമഞ്ഞ് നഗരത്തെ ഒരു വെള്ളപ്പുതപ്പണിയിച്ചിരുന്നു. തെരുവ് വിളക്കുകളുടെ മഞ്ഞ വെളിച്ചത്തിൽ അവർ കുറച്ചു നേരം നിശബ്ദരായി നടന്നു. കാറിലേക്ക് കയറാതെ ആ തണുപ്പിലൂടെ നടക്കാൻ ഇരുവരും ആഗ്രഹിച്ചിരുന്നു. ആ നിശബ്ദതയ്ക്ക് 1000 വാക്കുകളേക്കാൾ അർത്ഥമുണ്ടായിരുന്നു. ഒടുവിൽ രജത് തന്നെയാണ് ആ മൗനം ഭേദിച്ചത്. സിമ്രാൻ, എന്നോട് ക്ഷമിക്കണം. നിന്നെ ഈ നാടകത്തിലേക്ക് വലിച്ചിഴച്ചതിന് എന്റെ മുൻകോപം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിനക്ക് അതൊരു ബുദ്ധിമുട്ടായെങ്കിൽ എന്നോട് ദേഷ്യപ്പെടരുത്. അവന്റെ ശബ്ദത്തിൽ ആത്മാർത്ഥമായ കുറ്റബോധം നിഴലിച്ചിരുന്നു. സിമ്രാൻ നടത്തം നിർത്തി അവനെ നോക്കി. സാർ, നിങ്ങൾ എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത്? ഈ ഒരു രാത്രി, ഈ വസ്ത്രങ്ങൾ, ഈ ബഹുമാനം, ഒരു മനുഷ്യനെന്ന നിലയിൽ എനിക്ക് ലഭിച്ച ഈ പരിഗണന എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. എനിക്ക് ഇങ്ങനെ ഒരു സ്വപ്നം കാണാനുള്ള അവകാശം പോലും ഇല്ലായിരുന്നു. ഈ കുറച്ചു മണിക്കൂറുകൾ നിങ്ങൾ എനിക്ക് നൽകിയത് എന്റെ നഷ്ടപ്പെട്ടു പോയ ജീവിതമാണ്. അവൾ വികാരാധീനയായി പറഞ്ഞു. എന്നിട്ട് പതുക്കെ തന്റെ കഴുത്തിലെ വില കൂടിയ നെക്ലേസ് അഴിക്കാൻ തുടങ്ങി. നാടകം കഴിഞ്ഞല്ലോ, ഇനി എനിക്ക് എന്റെ പഴയ ലോകത്തേക്ക് മടങ്ങണം. നാളത്തെ പ്രഭാതം എനിക്ക് ഇതേ തെരുവിൽ തന്നെയാണ് തുടങ്ങേണ്ടത്. ഈ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഞാൻ ഊരിത്തരാം. അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. താൻ അനുഭവിക്കുന്ന ഈ സന്തോഷം ഇനിയും നീണ്ടു നിൽക്കില്ലെന്ന യാഥാർത്ഥ്യം അവളെ വീണ്ടും വേദനിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. രജത് പെട്ടെന്ന് അവളുടെ കൈകളിൽ പിടിച്ചു തടഞ്ഞു. വേണ്ട സിമ്രാൻ. അവന്റെ ശബ്ദം വളരെ ആർദ്രമായിരുന്നു. നീ എവിടേക്കും പോകുന്നില്ല. ഈ രാത്രി തുടങ്ങിയത് വെറും ഒരു നാടകമായിട്ടായിരിക്കാം, പക്ഷേ നിന്റെ കൂടെ ആ ഡാൻസ് ഫ്ലോറിൽ ചിലവഴിച്ച നിമിഷങ്ങൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും സത്യസന്ധമായ നിമിഷങ്ങളായിരുന്നു. ഈ വസ്ത്രങ്ങൾക്കും ആഭരണങ്ങൾക്കും അപ്പുറം വേദനകളെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരു വലിയ മനസ്സ് നിനക്കുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നിന്റെ ലോകം ഇനി ഈ തെരുവിലല്ല, എന്റെ കൂടെയാണ്, എന്റെ ഹൃദയത്തിലാണ്. അവന്റെ ആ വാക്കുകൾ ആ തണുത്ത രാത്രിയിലും സിമ്രാന്റെ ഉള്ളിൽ വല്ലാത്തൊരു കുളിര് നിറച്ചു. അവൾ അവിശ്വസനീയതയോടെ അവനെ നോക്കി. ആ നോട്ടത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ഒപ്പം അതിലേറെ പ്രതീക്ഷകളും. രജത്തിന്റെ ആ വാക്കുകൾ ആ തണുത്ത രാത്രിയിലും സിമ്രാന്റെ ഹൃദയത്തിൽ അവിശ്വസനീയമായ ഒരു ഓളം ഉണ്ടാക്കി. ഒരു നിമിഷം ചുറ്റുമുള്ള ലോകം നിശ്ചലമായതുപോലെ അവൾക്ക് തോന്നി. മഞ്ഞുമൂടിയ ആ നിരത്തിലൂടെ കടന്നുപോയ വാഹനങ്ങളുടെ ഇരമ്പലോ ദൂരെ എവിടെയോ കുരയ്ക്കുന്ന തെരുവ് നായ്ക്കളുടെ ശബ്ദമോ അവൾ കേട്ടില്ല. അവളുടെ കാതുകളിൽ ആകെ മുഴങ്ങിയത് അവന്റെ ആത്മാർത്ഥത നിറഞ്ഞ ആ സ്വരം മാത്രമായിരുന്നു. അവളുടെ കണ്ണുകൾ വിടർന്നു. ശ്വാസോച്ഛ്വാസം വേഗത്തിലായി. താൻ കേട്ടത് സത്യമാണോ, അതോ തന്റെ ദരിദ്രമായ മനസ്സ് മെനഞ്ഞെടുത്ത മറ്റൊരു മനോഹരമായ സ്വപ്നമാണോ എന്ന് അവൾക്ക് സംശയമായി. അവളുടെ വിറയ്ക്കുന്ന കൈകൾ രജത്തിന്റെ കൈക്കുള്ളിൽ ഭദ്രമായിരുന്നു. എങ്കിലും അവൾ പതുക്കെ ആ കൈകൾ പിൻവലിക്കാൻ ശ്രമിച്ചു. അവളുടെ ഉള്ളിലെ അപകർഷതാബോധം വീണ്ടും തലപൊക്കുകയായിരുന്നു. രാജകൊട്ടാരത്തിൽ ജീവിക്കേണ്ട ഒരു രാജകുമാരന് തെരുവിലെ അഴുക്കുചാലുകൾക്കരികിൽ അന്തിയുറങ്ങുന്ന ഒരു യാചകിയോട് തോന്നുന്നത് കേവലം സഹതാപം മാത്രമായിരിക്കുമെന്ന് അവളുടെ യുക്തി അവളെ ഓർമ്മിപ്പിച്ചു. അവൾ ഒരടി പുറകോട്ട് മാറി തല കുനിച്ചു നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും വീണ്ടും കണ്ണുനീർ ഒഴുകിയിറങ്ങി ആ വില കൂടിയ വസ്ത്രത്തിൽ വീണലിഞ്ഞു. സാർ, നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല, വിതുമ്പലോടെ അവൾ പറഞ്ഞു തുടങ്ങി. ഇതൊരു വികാരത്തിന്റെ പുറത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ്.
നിങ്ങൾ എന്നോട് കാണിക്കുന്നത് സ്നേഹമല്ല, വെറും സഹതാപമാണ്. നിങ്ങളുടെ ലോകം വളരെ വലുതാണ്. അവിടെയുള്ളവർക്കൊന്നും എന്നെ പോലൊരു പെൺകുട്ടിയെ ഉൾക്കൊള്ളാൻ കഴിയില്ല. നിങ്ങളുടെ പ്രതാപത്തിനും സമ്പത്തിനും ഞാൻ ഒരിക്കലും ഒരു ചേർച്ചയാകില്ല. നാളെ നേരം വെളുക്കുമ്പോൾ ഈ തീരുമാനത്തെ ഓർത്ത് നിങ്ങൾ പശ്ചാത്തപിക്കും. എനിക്കിനി മറ്റൊരു തിരിച്ചടി കൂടി താങ്ങാനുള്ള കരുത്തില്ല. ദയവായി എന്നെ മോഹിപ്പിക്കരുത്. എന്റെ വഴിക്ക് പോകാൻ എന്നെ അനുവദിക്കൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. എന്നാൽ രജത്ത് വേഗത്തിൽ അവളുടെ മുന്നിലേക്ക് വന്നു നിന്നു. അവന്റെ കണ്ണുകളിൽ അന്ന് വരെ ആരും കാണാത്ത ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. അവൻ അവളുടെ ഇരു തോളുകളിലും പിടിച്ച് അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി. അവളുടെ നിറകണ്ണുകളിലേക്ക് നോക്കി അവൻ വളരെ ശാന്തമായി സംസാരിക്കാൻ തുടങ്ങി. സിമ്രാൻ, ഞാനൊരു ബിസിനസ്സുകാരനാണ്. ലാഭനഷ്ടങ്ങൾ നോക്കാതെ ഞാൻ ഒരു തീരുമാനം എടുക്കാറില്ല. എന്നാൽ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഒരു തീരുമാനം എടുക്കുന്നത് ബുദ്ധി കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. എന്റെ പണവും പ്രതാപവും കണ്ട് എന്റെ കൂടെ കൂടിയവൾ എന്നെ ഉപേക്ഷിച്ചു പോയപ്പോൾ ഞാൻ ശരിക്കും തകർന്നു പോയിരുന്നു. എന്നാൽ ആ തകർച്ചയിൽ നിന്നാണ് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ഞാൻ പഠിച്ചത്. നീ എന്നോട് സഹതാപത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ സഹതാപമല്ല, കടുത്ത ആരാധനയാണ് എനിക്ക് നിന്നോട്. വിശന്നു വലഞ്ഞ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാതെ നിൽക്കുമ്പോഴും ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആ മോതിരം എന്റെ കൈകളിൽ തിരികെ തന്ന നിന്റെ ആ സത്യസന്ധതയുണ്ടല്ലോ, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. ആ നിമിഷം മുതൽ നീ എന്റെ ഹൃദയത്തിൽ കയറി കൂടിയതാണ്. ബാക്കിയുള്ളതെല്ലാം ഞാൻ എന്റെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്ത വെറും നാടകങ്ങൾ മാത്രമായിരുന്നു. എനിക്ക് വേണ്ടത് എന്റെ സമ്പത്തിനെ സ്നേഹിക്കുന്ന ഒരുവളെയല്ല, എന്നെ മനസ്സിലാക്കുന്ന, എന്റെ വേദനകളിൽ എനിക്ക് താങ്ങാകുന്ന ഒരു നല്ല പാതിയെയാണ്. അത് നീ മാത്രമാണ്. അവന്റെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തിലെ സംശയത്തിന്റെ മഞ്ഞുപാളികളെ ഉരുകിക്കളയുന്നതായിരുന്നു. എന്നിട്ടും അവൾക്ക് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് രജത്ത് തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ആ പഴയ വെൽവെറ്റ് പെട്ടി പുറത്തെടുത്തു. കവിത വലിച്ചെറിഞ്ഞ സിമ്രാൻ തിരികെ എടുത്തു കൊടുത്ത അതേ വജ്രമോതിരം. ആ തെരുവ് വിളക്കിന്റെ വെളിച്ചത്തിൽ അത് വീണ്ടും വെട്ടിത്തിളങ്ങി. രജത് സാവധാനം അവളുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് മറ്റൊരുവൾക്ക് മുന്നിൽ അവൻ മുട്ടുകുത്തിയപ്പോൾ അത് വെറുമൊരു പ്രകടനമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള ഒരു സമർപ്പണമായിരുന്നു അത്. അവൻ ആ മോതിരം അവൾക്ക് നേരെ നീട്ടി. ആ മോതിരം തെറ്റായ ഒരാളുടെ വിരലുകളിൽ കിടക്കേണ്ടതല്ല. ഇത് അർഹിക്കുന്നത് ഏറ്റവും പരിശുദ്ധമായ ഒരു ഹൃദയമുള്ളവളാണ്. സിമ്രാൻ, എന്റെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും എനിക്ക് നീ വേണം. എന്റെ ജീവന്റെ പാതിയായി, എന്റെ ഭാര്യയായി നീ എന്റെ കൂടെ വരുമോ? എന്നെ വിവാഹം കഴിക്കുമോ? സിമ്രാന്റെ നിയന്ത്രണങ്ങളെല്ലാം ആ നിമിഷം പൊട്ടിത്തെറിച്ചു. അവൾ രണ്ട് കൈകളും കൊണ്ട് മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞുപോയി. ഇത്രയും കാലം താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും വേദനകൾക്കും ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് അവനെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ പതിയെ തലയാട്ടി. തന്റെ പൂർണ്ണസമ്മതം അവനെ അറിയിച്ചു. രജത്തിന്റെ മുഖത്ത് ലോകം കീഴടക്കിയവന്റെ സന്തോഷം വിടർന്നു. അവൻ സാവധാനം ആ വജ്രമോതിരം അവളുടെ വിരലിൽ അണിയിച്ചു. അത് അവൾക്ക് വേണ്ടി മാത്രം തീർത്തതുപോലെ കൃത്യമായിരുന്നു. അവൻ എഴുന്നേറ്റ് അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ തണുത്ത രാത്രിയിലും അവർക്കിടയിൽ സ്നേഹത്തിന്റെ വല്ലാത്തൊരു ചൂടുണ്ടായിരുന്നു. അനാഥത്വത്തിന്റെ തെരുവുകളിൽ നിന്നും സ്നേഹത്തിന്റെ സുരക്ഷിതത്വത്തിലേക്ക് അവൾ നടന്നു കയറുകയായിരുന്നു. വർഷങ്ങൾ അതിവേഗം കടന്നുപോയി. ആ വലിയ നഗരം വീണ്ടും ഒരു കഠിനമായ മഞ്ഞുകാലത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. നഗരപ്രാന്തത്തിലുള്ള ആ വലിയ ബംഗ്ലാവിന്റെ വിശാലമായ ജനാലയ്ക്കരികിൽ പുറത്തെ മഞ്ഞുവീഴ്ച നോക്കി നിൽക്കുകയായിരുന്നു സിമ്രാൻ. വില കൂടിയ പട്ടുസാരിയും ആഭരണങ്ങളും അണിഞ്ഞ ആ ബംഗ്ലാവിന്റെ യജമാനത്തിയായ അവൾ ഇന്ന് ആ നഗരത്തിലെ ഏറ്റവും വലിയ ചാരിറ്റി ഫൗണ്ടേഷന്റെ മേധാവി കൂടിയാണ്. തെരുവിൽ അനാഥരായി കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് അന്നവും അഭയവും നൽകുന്നവൾ. പെട്ടെന്ന് പിന്നിലൂടെ വന്ന ഒരു ജോഡി കൈകൾ അവളെ വട്ടം പിടിച്ചു. അതോടൊപ്പം കട്ടിയുള്ള ഒരു കമ്പിളി പുതപ്പ് അവളുടെ തോളിലേക്ക് വീണു. അത് രജത്തായിരുന്നു. അവൻ അവളെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് നിർത്തി അവളുടെ കാതുകളിൽ മന്ത്രിച്ചു. എന്താണ് എന്റെ ജീവൻ ഇത്ര കാര്യമായി ആലോചിക്കുന്നത്? അവൾ അവന്റെ കൈകളിൽ മൃദുവായി തലോടിക്കൊണ്ട് ജനാലയിലൂടെ പുറത്തെ തെരുവിലേക്ക് വിരൽ ചൂണ്ടി. വർഷങ്ങൾക്ക് മുൻപുള്ള ഇതുപോലൊരു രാത്രിയാണ് എന്റെ ജീവിതം മാറി മറിഞ്ഞതെന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. ആ ദിവസം ഞാൻ ആ മോതിരം നിങ്ങൾക്ക് തിരികെ തന്നില്ലായിരുന്നെങ്കിൽ. അവൾ പറഞ്ഞു മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് രജത് അവളുടെ ചുണ്ടുകളിൽ തന്നെ വിരൽ വെച്ചു. സത്യത്തിൽ ആ രാത്രി നിന്റെ ജീവിതമല്ല, എന്റെ ജീവിതമാണ് മാറി മറിഞ്ഞത്. സ്നേഹം എന്നത് പണം കൊടുത്തു വാങ്ങാൻ കഴിയുന്ന ഒന്നല്ലെന്നും അത് നേടിയെടുക്കാൻ അർഹതയും ആത്മാർത്ഥതയും വേണമെന്ന് നീയാണ് എന്നെ പഠിപ്പിച്ചത്. രജത് അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. സിമ്രാൻ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നു. പുറത്ത് മഞ്ഞുവീഴ്ച ശക്തമാകുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഭിത്തികൾക്കുള്ളിൽ സ്നേഹത്തിന്റെ ഏറ്റവും ഊഷ്മളമായ ഒരു വസന്തം പൂത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ജീവിതത്തിൽ തോറ്റുപോയി എന്ന് കരുതുന്ന നിമിഷങ്ങളിൽ നിന്നായിരിക്കും യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കമെന്ന് അവരുടെ ആ ജീവിതം ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പ്രണയത്തിന് അതിരുകളില്ലെന്നും സത്യസന്ധമായ സ്നേഹം ഏത് പ്രതിസന്ധികളെയും മറികടക്കുമെന്ന് തെളിയിച്ചുകൊണ്ട് അവർ ഒരുമിച്ച് ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നടന്നു നീങ്ങി. സ്നേഹം എന്നത് പണം കൊണ്ടോ പ്രതാപം കൊണ്ടോ അളക്കാൻ കഴിയുന്ന ഒന്നല്ല. ബാഹ്യമായ സൗന്ദര്യത്തിനും ആഡംബരങ്ങൾക്കും അപ്പുറം ഒരു വ്യക്തിയുടെ ഉള്ളിലെ നന്മയും സത്യസന്ധതയുമാണ് യഥാർത്ഥ സമ്പത്ത്. വില കൂടിയ വസ്ത്രങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ കപടതയുടെ ഇരുട്ട് ഒളിച്ചിരിക്കാം. എന്നാൽ മുഷിഞ്ഞ വസ്ത്രങ്ങൾക്കുള്ളിൽ സ്വർണത്തെക്കാൾ മൂല്യമുള്ള നിഷ്കളങ്കമായ ഒരു ഹൃദയവും ഉണ്ടാകാം. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന വലിയ തകർച്ചകളും ഒറ്റപ്പെടലുകളും എല്ലാം അവസാനിച്ചു എന്നതിന്റെ അടയാളമല്ല, മറിച്ച് അതിനേക്കാൾ മനോഹരമായ പുതിയൊരു ജീവിതത്തിലേക്കുള്ള വഴിത്തിരിവായിരിക്കാം. തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു മനസ്സുണ്ടെങ്കിൽ ഏതു കൂരിരുട്ടിലും നമുക്കൊരു പ്രതീക്ഷയുടെ വെളിച്ചം കണ്ടെത്താൻ കഴിയും.
അർഹതയില്ലാത്തവരിലേക്ക് സ്നേഹം ഒഴുക്കി തീർക്കുന്നതിന് പകരം നമ്മെ നമ്മളായി ഉൾക്കൊള്ളുന്ന ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഹൃദയം തുറക്കുക. കാരണം ലോകത്ത് പണത്തിന് വാങ്ങാൻ കഴിയാത്ത ഒരേ ഒരു സമ്പത്ത് സത്യസന്ധമായ സ്നേഹം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമന്റും തരാൻ മറക്കരുത്. വീഡിയോക്ക് ഹൈപ്പ് കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു പുതിയ കഥയുമായി കാണുന്നത് വരെ സ്നേഹത്തോടെ നന്ദി മാത്രം.